വിഷു ടു ഓൾ. വിഷു ആശംസകൾ. ഇന്ന് വിഷു ആയതുകൊണ്ട് മലയാളത്തിലൊരു വ്ളോഗ് എടുക്കാം അല്ലേ? മലയാളത്തിൽ എന്തുകൊണ്ടാണ് ഞാൻ വ്ളോഗ് എടുക്കാത്തതെന്ന് പറഞ്ഞാൽ, ഈ നമ്മൾ സംസാരിക്കുന്ന മലയാളവും ഈ വീഡിയോ പിടിക്കുന്ന മലയാളവും ഡിഫറൻസ് ഉണ്ട്, സെയിം അല്ല. ഞാൻ ജനിച്ചതും വളർന്നതും പാലക്കാടാണ്. പാലക്കാടത്തെ മലയാളം എന്ന് പറയുന്നത് ശുദ്ധ മലയാളമാണ്. അത് ആ രീതിയിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അത് നന്നായിരിക്കില്ല. അപ്പോൾ ടോട്ടലി ഡിഫറെൻ്റാണ് ഈ നമ്മൾ വീഡിയോ എടുക്കുന്ന, അതായത് ഈ ഒഫീഷ്യലായിട്ടുള്ള സംസാരിക്കുന്നതും എഴുതുന്നതുമായ മലയാളവും പിന്നെ നമ്മൾ കൊളോക്കിയലായിട്ട് കൺവെർസേഷൻസ് ചെയ്യുന്ന മലയാളവും ഡിഫറെൻ്റാണ്. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ മലയാളം കുറച്ച് ഡിഫറെൻ്റ് ആക്കിയിട്ട് ആ രീതിയിൽ വേണം സംസാരിക്കാൻ. അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. പക്ഷേ ദാറ്റ് ഈസ് മൈ മദർ ടങ് ആൻഡ് എനിക്ക് ക്ലിയറായിട്ട് അറിയാം. അത് മറക്കില്ലല്ലോ, നമ്മൾ മദർ ടങ് നമ്മൾ ഒരിക്കലും മറക്കില്ല. അതുകൊണ്ടാണ് ഈ മാതൃഭാഷയിൽ സംസാരിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും അത് നമുക്ക് വളരെ ഉറക്കത്തിലും ഏത് ടൈമിലും അറിയുന്ന ഒരു ഭാഷയാണത്. അപ്പോൾ അത് അത്രയും ഇംപ്രിൻ്റ് ആയി കഴിഞ്ഞു നമ്മുടെ ഉള്ളിൽ. അപ്പോൾ അത് തന്നെ പഠിക്കണം, അത് തന്നെ സംസാരിക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മൾ അറിയാത്ത ഭാഷകൾ, ഉപയോഗിക്കാത്ത ഭാഷകളാണ് ഹിന്ദി, ഇംഗ്ലീഷ് എല്ലാം. അപ്പോൾ ആ ഭാഷകളാണ് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. മലയാളം, അതായത് ഇപ്പോൾ നിങ്ങൾ തമിഴ്നാട്ടിലാണ് ജനിച്ചിരിക്കുന്നത് വെച്ചാൽ തമിഴാണ് നിങ്ങളുടെ മദർ ടങ്. അപ്പോൾ തമിഴ് നിങ്ങൾക്ക് അത്രയും ഈസി ആയിട്ട് അറിയാം, അത്രയും ഫ്ലുവൻ്റാണ് ആ ലാംഗ്വേജിൽ നമ്മൾ. പിന്നെ അപ്പോൾ നമ്മൾ ഈ തമിഴ് സംസാരിക്കണം പറഞ്ഞ് ഇൻസിസ്റ്റ് ചെയ്യുന്നതിൽ എന്താ, അപ്പോൾ നമ്മൾ ഈ ബാക്കിയുള്ള ഭാഷകളൊന്നും പഠിക്കില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അറിയാത്ത ഭാഷകളിൽ കൂടുതൽ സംസാരിക്കണം. ഞാനൊക്കെ ചെറുതാകുമ്പോൾ എൻ്റെ പാരൻസും സ്കൂളിലും അതെ, ഇംഗ്ലീഷ് സംസാരിച്ചില്ലെങ്കിൽ ഫൈൻ അടയ്ക്കണം ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ അന്ന് എനിക്കൊന്നും ഒരു വാക്ക് ഇംഗ്ലീഷിൽ പറയാറില്ല. എന്നിട്ട് ഈ ഫൈൻ അടയ്ക്കണം എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ വായ തുറക്കില്ല. കാരണം തുറന്നാൽ എന്താ വരുന്നേ വായെന്നൊന്നും അറിയില്ലല്ലോ, തെറ്റായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മിണ്ടുകയില്ല. പക്ഷേ എങ്ങനെയാണെന്ന് അറിയില്ല, അത് എനിക്ക് ഇഷ്ടമായിരുന്നു ഇംഗ്ലീഷ് എന്നും. അങ്ങനെ ആ ലാംഗ്വേജ് പഠിച്ചെടുത്തു. അപ്പോൾ അത് നമ്മൾ ബാക്കിയുള്ള ഭാഷകളെല്ലാം പഠിക്കണം, എസ്പെഷ്യലി ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി അറിഞ്ഞിരിക്കണം. പിന്നെ ഒബ്വിയസ്ലി നമ്മൾ വേറെ സ്റ്റേറ്റ് പോകുമ്പോൾ അവരുടെ ലാംഗ്വേജ് നമുക്ക് അറിയണം. അപ്പോൾ അത് ഒരു ലാംഗ്വേജിനോട് നമുക്കൊരു ദേഷ്യം, നമ്മുടെ ലാംഗ്വേജ് മാത്രമേ നമ്മൾ പറയുള്ളൂ, ബാക്കിയുള്ള നമ്മൾ പഠിക്കില്ല എന്ന് പറഞ്ഞാൽ നമുക്കാണ് അതിൻ്റെ നഷ്ടം. അല്ലാതെ നമ്മൾ പുറത്ത് പോകുമ്പോൾ നമുക്കത് ഈ നുറുങ്ങായിട്ട് ഉള്ള ഭാഷകൾ നമ്മൾ പറയണം. നമ്മൾ ഫ്ലുവൻ്റ് ആണെങ്കിൽ, ഇപ്പോൾ വേറെ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് നമ്മുടെ കേരളത്തിൽ വന്നിരിക്കുകയാണെങ്കിൽ അവർ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ നമുക്ക് എങ്ങനെയുണ്ട്, അത് കേൾക്കുമ്പോൾ നമുക്കൊരു കണക്ഷൻ ഉണ്ടാവും നമ്മൾ തമ്മിൽ. അപ്പോൾ അതിനാണ് നമ്മൾ ബാക്കിയുള്ള ഭാഷകളൊക്കെ പഠിക്കണം. ഞാൻ എപ്പോഴും അതാണ് പ്രോത്സാഹിപ്പിക്കുള്ളൂ. ഈ മലയാളം മാത്രം പറയണം, അല്ലെങ്കിൽ തമിഴാണെങ്കിൽ തമിഴ് മാത്രം പറയണം എന്നല്ല. യു ഷുഡ് നോ ഹൗ ടു സ്പീക്ക് ഓൾ ദ ലാംഗ്വേജസ് ആൻഡ് ബി ഫ്ലുവൻറ്റ് ഇൻ ഇറ്റ്. ദാറ്റ്സ് വൺ ഗുഡ് തിങ്. സോ ഐ ഡോണ്ട് നോ അതെങ്ങനെ ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ തുടങ്ങിയെന്ന് അറിയില്ല. വിഷുവാണ്, അതിൻ്റെ കാര്യമാണ് ഞാൻ പറയാൻ വന്നത്. പക്ഷെ അതിന്ന് ഇതിലേക്ക് ചാടി, അതെൻ്റെ ഒരു ഹാബിറ്റാണ്. അതായത് എന്തെങ്കിലും സംസാരിച്ചാൽ പിന്നെ അതിലങ്ങോട്ട് പിടിച്ചിട്ട് ആ സൈഡിലേക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇങ്ങനെ പറയും. അപ്പോൾ വിഷുവായിട്ട് ഇവിടെ സ്പെഷ്യൽ ഒന്നുമില്ല, വിഷുക്കണി വെച്ചിട്ടില്ല. ഞാൻ വിളക്ക് കത്തിച്ചു. പിന്നെ റൂമൊക്കെ ഇന്നലെ ക്ലീൻ ചെയ്തിരുന്നു. യൂഷ്വലി ഞാൻ സൺഡേ ആണ് റൂം ക്ലീൻ ചെയ്യുക. എല്ലാം ബാൽക്കണി, റൂം എല്ലാം ഞാൻ സൺഡേ ചെയ്യും. പക്ഷെ ഇന്ന് സൺഡേക്ക് വെക്കാതെ ഞാൻ ഇന്നലെ തന്നെ ചെയ്തു. കാരണം 2 കാര്യമുണ്ട്. ഒന്ന്, ഇന്ന് വിഷുവാണ്. സെക്കൻഡ്, എൻ്റെ ഹെൽത്ത് ഇന്ന് ചിലപ്പോൾ മോശമാവാനുള്ള ഒരു ചാൻസസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നേക്ക് വേണ്ട, ഇന്നലെ തന്നെ അത് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ എല്ലാ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞു. അപ്പോൾ അതായിരുന്നു വിഷു, വേറെ ഒന്നുമില്ല. വേറെ ഇവിടെ കുറച്ച് മലയാളീസ് ഉണ്ട് ഈ PGയിൽ. അതായത് ഒരു ടോട്ടലായിട്ട് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ 4-5 പേര് മലയാളീസ് ഉണ്ട്. ബട്ട് ചിലരൊക്കെ 1 വീക്ക് ലീവ് എടുത്തിട്ട് നാട്ടിൽ പോയിരിക്കുകയാണ്. ഒരാൾ ഇന്ന് റിലേറ്റീവ്സിൻ്റെ അവിടേക്ക് പോവാണ്. പിന്നെ ഒരാളുണ്ട്, അയാൾ ഇന്നലെ കുറേ സ്ഥലങ്ങൾ ചുറ്റാൻ പോയിരുന്നു, കൊന്നപ്പൂ കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഉണ്ട്. കാരണം ഇപ്പോൾ ഈ ഒരു
സീസണിലാണല്ലോ ഈ ഫ്ലവർ ബ്ലൂമിങ് ടൈമാണ്. ഇവിടെ എന്തൊക്കെ പൂക്കളുണ്ടോ അതെല്ലാം വിരിയുന്ന സമയമാണ് ഇപ്പോൾ ഇത്. അപ്പോൾ എവിടെ നോക്കിയാലും മരത്തിലൊക്കെ നമുക്ക് കാണുന്ന ഫ്ലവേഴ്സ് തന്നെയാണ്. അപ്പോൾ കുറേ യെല്ലോ ഫ്ലവേഴ്സ് ഉണ്ട്. പക്ഷേ യെല്ലോ ഫ്ലവേഴ്സ് എല്ലാം കൊന്നപ്പൂ അല്ലല്ലോ, അതാണ് പ്രശ്നം. അപ്പോൾ കൊന്നപ്പൂ എവിടെ കിട്ടുമെന്ന് നോക്കാനാണ് അവൾ പോയിരിക്കുന്നത്. കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല, വിളിച്ച് നോക്കണം ഇനി. അപ്പോൾ ആൾ എന്നെക്കാട്ടിലും വളരെ ചെറുതാണ്. ഞാനാണ് ഇവിടെ ഏറ്റവും സീനിയർ ആയിട്ടുള്ളത്. കാരണം യൂഷ്വലി 40s ആരും അങ്ങനെ PGയിൽ നിൽക്കില്ല, എല്ലാവരും ബൈ ദെൻ സെറ്റിൽഡ് ആയിരിക്കും. പക്ഷേ എൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത്, എൻ്റെ ലൈഫ് സ്റ്റോറി വളരെ ഡിഫറെൻ്റാണ്. അതെൻ്റെ ജാതകത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അതായത് എല്ലാം അവസാനിക്കാൻ ആൾക്കാർ പോകുന്ന സമയത്തായിരിക്കും ഞാൻ തുടങ്ങുന്നത്. അങ്ങനെയാണ് എൻ്റെ ഡിഫറെൻറ്റ്. നമ്മുടെയൊക്കെ എഴുതിയിരിക്കുന്നത് ഡിഫറെൻ്റ് ആയിട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനാണ് ഇവിടെ ഏറ്റവും സീനിയർ. ബാക്കി എല്ലാവരും ഈ 20s 25-നുള്ളിലുള്ള പിള്ളേരാണ് ഇവിടെ. അപ്പോൾ ഞാൻ അവരെയൊക്കെ ഗേൾസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവൾക്ക് വിഷ്കൈനൊട്ടും കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ ഞാൻ വിളിച്ച് നോക്കിയിട്ടില്ല. ഞാൻ എണീറ്റിട്ടുണ്ടോ? ഇവിടേക്ക് എല്ലാവരും വളരെ സൺഡേ എന്ന് പറഞ്ഞാൽ വളരെ ലേറ്റായിട്ടാണ് എണീക്കുന്നത്. ഒരു ദിവസമല്ലേ കിട്ടുന്നത്, അതായത് ലീഷറായിട്ടിരിക്കും. ബാക്കിയുള്ള ദിവസമൊക്കെ സെയിം റുട്ടീൻസ് അല്ലേ അങ്ങനെ. അപ്പോൾ രാവിലെ ഞാൻ ആലു പൊറാട്ടയാണ് ഇന്ന് കഴിച്ചത് ഫോർ എ ചേഞ്ച്. അല്ലെങ്കിൽ ഞാൻ പുറത്ത് പോകണമെന്ന് വിചാരിച്ചു. ഇന്ന് എന്തെങ്കിലും കേരളാസ് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ കിട്ടും. പുട്ട്, വെള്ളപ്പം, നൂൽപുട്ട് എല്ലാ സാധനവും കിട്ടും, പൈസ കൊടുത്താൽ മതി. അപ്പോൾ അത് എന്തെങ്കിലും കഴിക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഇവിടെ ആലു പൊറാട്ട എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്? എങ്ങനെയാണ് വിഷു ആഘോഷിക്കുന്നത്? ഇന്നലെ ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് കുറച്ച് വിഷുക്കായി നീട്ടം എന്നുള്ള പോലെ കുറേ ഞാൻ നല്ല വീഡിയോസ് തയ്യാറിച്ച് കണ്ടുപിടിച്ച് എൻ്റെ പ്ലാറ്റ്ഫോമിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തെന്ന് വെച്ചാൽ എനിക്കൊരു ഫേസ്ബുക്കിലൊരു അക്കൗണ്ട് ഉണ്ട്, അതിന് ഞാൻ ഓപ്പൺ ആക്കിയിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം എന്നുള്ള പോലെ. അപ്പോൾ കുറച്ച് വീഡിയോസ് ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. വളരെ രസകരമായ വീഡിയോസാണ്, അതൊന്ന് കാണണം. എനിക്ക് മലയാളത്തിൽ അങ്ങനെ വീഡിയോസ് ഞാൻ കാണാറില്ല, ഞാൻ മൂവീസ് കാണാറില്ല. മലയാളം പാട്ടിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല, കാര്യം ഞാൻ അതിലേക്ക് ഫോക്കസ് ചെയ്യാറേ ഇല്ല. പക്ഷേ ഇപ്പോൾ വിഷു ഓണം അങ്ങനെ എന്തെങ്കിലും ഒരു ഫെസ്റ്റിവൽ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് ബ്രൗസ് ചെയ്തിട്ട് കുറച്ച് ബെസ്റ്റ് വീഡിയോസ് കണ്ടുപിടിക്കും അതിൽ, എന്നിട്ട് അത് ഷെയർ ചെയ്യും. അപ്പോൾ ഇത് വളരെ one of the best videos I've shared on Facebook. So if you're following it, you can watch it and enjoy it. And ഇന്ന് വിഷു ആയതുകൊണ്ട് ഇന്ന് കുറച്ച് നേരം എനിക്ക് ഫ്രീ ആണ്. ഇന്ന് എനിക്ക് ഒന്നുമില്ല, ഒരു വർക്കും ഇല്ല. ക്ലീനിങ് കഴിഞ്ഞതുകൊണ്ട് എനിക്ക് ക്ലീനിങ്ങും ഇല്ല, എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഫുൾ ഡേ ഫ്രീ ആണ്. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് കൂടെ, ഒരു 4-5 വീഡിയോസ് കൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ മുമ്പ് എൻ്റെ മമ്മിയൊക്കെ ചെറുതായിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ, ചെറുതല്ല, ചെറുപ്പകാലത്ത്, അവരുടെ ചെറുപ്പകാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്. വിഷു ഓണം എന്നൊക്കെ പറയുമ്പോൾ ടെലിവിഷനിൽ മൂവി വരും. അന്ന് മൂവി പ്രാന്താണല്ലോ. ഇപ്പോഴും മൂവി പ്രാന്തുണ്ട്, പക്ഷെ അത്രയ്ക്കില്ല. ഈ ടെലിവിഷനിൽ കാണുന്ന അത്രയ്ക്കുള്ളൊരു ക്രേസ് ഇല്ല. അന്നെന്ന് പറഞ്ഞാൽ ഒരുമാതിരി ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂവീസൊക്കെ റിലീസ് ചെയ്യുന്നത് ഈ ഫെസ്റ്റിവൽ ദിവസങ്ങളായിരിക്കും. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ആ മൂവീസോ എന്താണ്, അല്ലെങ്കിൽ അവാർഡ് പ്രോഗ്രാംസ് എന്താ വരുന്നതെന്ന് വെച്ചാൽ അത് ഇരുന്ന് കാണും. അങ്ങനെയായിരുന്നു അന്നത്തെ ഒരു ട്രെൻഡ്. ഇപ്പോഴൊക്കെ ട്രെൻഡ് ഇപ്പോൾ അങ്ങനെ ടെലിവിഷനിൽ ആൾക്കാർക്കൊന്നും കാണാനുള്ള ഒരു ഭ്രമം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും കുറച്ച് സമയം നമ്മൾ സ്പെയർ ചെയ്യുമ്പോൾ, ഇപ്പോൾ എന്താ വെച്ചാൽ എല്ലാവരും യൂട്യൂബുള്ളതുകൊണ്ട് മോസ്റ്റ് പീപ്പിൾ അവരവരുടെ ഡിവൈസായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ അതിലെന്താണോ കാണുന്നത് എല്ലാം അതിൽ കിട്ടുമല്ലോ. അപ്പോൾ ആൾക്കാർ ഷെയർ ചെയ്യുന്നതും അതും ഇതും ഫോട്ടോയും വീഡിയോയും ഒക്കെ ആയിട്ട് നമ്മൾ ഡിവൈസിനോട് അങ്ങോട്ട് കണക്റ്റായിട്ട് അങ്ങനെയുള്ളൊരു ട്രെൻഡായിപ്പോയി. അപ്പോൾ ഈ വീഡിയോസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും കേരള എന്ന് പറയുന്നത് എന്താണ്. നമുക്ക് ചില സമയത്ത് ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. അതായത് കേരള പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഫോർവേഡ് അല്ല, അല്ലെങ്കിൽ എൻജോയ് ചെയ്യുന്ന തരം ആൾക്കാരല്ല എന്നൊക്കെ. അങ്ങനെ നമുക്ക് ഓരോ സ്റ്റേറ്റിനെ കുറിച്ചും ഒരു അസംഷൻ എന്താ മലയാളത്തിൽ പറയാൻ എനിക്കറിയില്ല, ഉണ്ടാവും. അതായത് ഇപ്പോൾ രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി നമ്മൾ രാജസ്ഥാനിലധികം പോവാത്തത് കൊണ്ട് നമുക്ക് ഒരു ധാരണ ഉണ്ടാവും, ഇങ്ങനെ ആയിരിക്കും അവിടുത്തെ ആൾക്കാർ, ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത് മാറിയിട്ട് പിന്നെ ഇങ്ങനെയാണ് എന്നുള്ളത് നമ്മളങ്ങോട്ട് ഉറപ്പിച്ച് പറയാം. അതേപോലെയാണ് ഈ കേരളയെക്കുറിച്ചുള്ളത്. അപ്പോൾ എനിക്ക് ഈ വീഡിയോസ് ഞാൻ ഇന്നലെ ഷെയർ ചെയ്ത വീഡിയോസൊക്കെ കണ്ടപ്പോൾ ആ ഫുൾ ധാരണ മാറിപ്പോയി. അതായത് ഞാൻ റിയലൈസ് ചെയ്തു അവിടുത്തെ ആൾക്കാർക്കും എൻജോയ് ചെയ്യാനും ഹൗ ടു ഹാവ് ഫൺ
ആൻഡ് അതറിയാം, ദേ ആർ ഓൾസോ ഫൺ ലവിങ് പീപ്പിൾ എന്നുള്ളത് എനിക്ക് എന്നാലും മനസ്സിലായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തത്. കണ്ടിട്ട് നിങ്ങൾക്കും അറിയാമല്ലോ എന്താണ് ഓരോ പ്ലേസിൽ. ബട്ട് ലാംഗ്വേജ് ഡെഫിനറ്റ്ലി ഈസ് എ പ്രോബ്ലം. സ്റ്റിൽ ഇഫ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് മലയാളം ദെൻ യു വിൽ നോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് ഇതൊരു ഓൾഡ് ഡ്രസ്സാണ്, പക്ഷേ എൻ്റെ ഒരു ഫേവറേറ്റ് ഡ്രസ്സാണ് ഇത്. എന്താണെന്ന് അറിയില്ല എനിക്ക്. ഇറ്റ്സ് വെരി കംഫർട്ടബിൾ ആൻഡ് എ ബ്യൂട്ടിഫുൾ കളർ. അപ്പോൾ പുതിയ ഡ്രസ്സൊന്നും എടുത്തില്ല ഞാൻ വിഷുവിന്, കാരണം ഇപ്പോൾ ഞാൻ അധികം കുർത്താസ് ഇടാറില്ല. കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സിങ് എന്ന് പറയുമ്പോൾ പാൻറ്റ് ആൻഡ് ടീഷർട്ടാണ്. അതിലേക്ക് അങ്ങോട്ട് യൂസ്ഡ് ആയി കഴിഞ്ഞു. അപ്പോൾ അത് കാരണം അധികം കുർത്ത എടുക്കാറില്ല. അപ്പോൾ വിഷുവിനും എടുത്തില്ല. പക്ഷേ ടീഷർട്ട് അതിന് വേണ്ടിയിട്ട് ഏത് സമയത്ത് മോളിൽ പോയാലും സൈഡിലേക്ക് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു ടീഷർട്ട് നല്ലത് കണ്ടാൽ അപ്പം ഞാൻ അത് മേടിക്കും. അപ്പോൾ അങ്ങനെ ടീഷർട്ട് ഇങ്ങനെ പൈലാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അത് എവറി ഡേ ഞാൻ ഈവനിങ് ഒരു വാക്കിന് പോകാറുണ്ട്. അപ്പോൾ ആ ടൈമിൽ അത് അങ്ങനെ യൂസ്ഡ് ആയിക്കോളും. ഐ മീൻ അങ്ങനെ ഇരുന്നിട്ട് വേസ്റ്റ് ചെയ്യണമെന്ന് ഇല്ല. നമ്മൾ ഡ്രസ്സുകളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ വൺ തിങ് ഐ എം വെരി particular about is that not to waste anything, in the sense നമ്മുടെ അടുത്തുള്ള സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അത് ഡിസ്പോസ് ചെയ്യണം. ആർക്കെങ്കിലും കൊടുക്കാം, അല്ല ആർക്കും വേണ്ടാന്നാണെങ്കിൽ നമുക്കത് ത്രോ ചെയ്താൽ കളയാം. അതായത് ഓക്കെ, അപ്പോൾ ഡ്രസ്സുകളും അങ്ങനെ തന്നെയാണ്. കുറേ ഡ്രസ്സുകൾ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഞാൻ എപ്പോഴും വാർഡ്രോബ് അറേഞ്ച് ചെയ്യുമ്പോൾ ഞാൻ എടുത്തിട്ട് നോക്കും. എന്നിട്ട് ഞാൻ വിചാരിക്കും ഈ ഡ്രസ്സ് ഞാൻ ഇട്ടിട്ട് കുറേ കാലമായാലോ, ഇടുന്നേ ഇല്ലല്ലോ. ഓക്കെ, നമുക്കിത് മുകളിൽ എടുത്ത് വയ്ക്കാം. അപ്പോൾ മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് മോർ ഓഫൺ ഇടാം എന്നുള്ളൊരു എന്ന് വിചാരിച്ചിട്ട് നമ്മളത് മുകളിൽ വയ്ക്കും. പക്ഷേ ഞാൻ എന്തെന്ന് വെച്ചാൽ പിന്നെയും ഞാൻ അടിയിൽ നിന്ന് അതിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ എടുത്തിട്ട് അതിടും. അപ്പോൾ ഈ ഡ്രസ്സ് പിന്നെയും അതേപോലെ അത് എടുത്തു വെച്ചിട്ടുണ്ട്, ബട്ട് ഐ എം നോട്ട് വെയറിങ് ഇറ്റ്. അപ്പോൾ ഐ ഫീൽ ദറ്റ് ഡ്രസ്സുകൾ നമ്മൾ ഇടാത്ത ഡ്രസ്സുകൾ നമ്മൾ എടുത്ത് വയ്ക്കുന്നതിൽ ഒരു അർത്ഥമില്ല. ഇടുന്നില്ല എന്ന് വെച്ചാൽ പിന്നെ അത് നമ്മൾ കളയണം. അപ്പോൾ നമുക്ക് പുതിയതിനുള്ള സ്പേസും കിട്ടും അല്ലേ. അപ്പോൾ അതാണ് വിഷു വിശേഷങ്ങൾ അല്ലേ. എങ്ങനെയുണ്ട് എൻ്റെ മലയാളം? കുഴപ്പമില്ലല്ലോ. എനിക്ക് മലയാളം അറിയാം. എനിക്കിനി തമിഴിലൊരു വ്ളോഗ് എടുത്താൽ കൊള്ളാമെന്നുണ്ട്, ഹിന്ദിയിലൊരു വ്ളോഗ് എടുക്കാമെന്നുണ്ട്. ഓൾ ദി ലാംഗ്വേജസ് വേണമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും. പക്ഷെ പിന്നെയും നമ്മൾ ഈ ഫൈനലി ആരോ പറഞ്ഞ മാതിരി സെയിം കാര്യത്തിലേക്ക് വരും, അതായത് സെയിം ഇംഗ്ലീഷ് വ്ളോഗ്സ്. കാരണം അത് വളരെ ഈസി ആയതുകൊണ്ടായിരിക്കണം, അറിയില്ല. അതോ അത് മോർ കംഫർട്ടബിൾ ആണോ എന്താണെന്ന് അറിയില്ല. എന്തായാലും അങ്ങനെയാണ് കാര്യങ്ങൾ. ഓക്കെ, ഞാൻ കാണിച്ചു തരാം റൂമിൽ ഞാൻ എന്ത് ചെയ്തു. വിഷു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് കാണാം. ഒരു ഡിഫറൻസും ഇല്ല. യെല്ലോ ഫ്ലവേഴ്സ് കിട്ടിയില്ല. ഇവിടെ നോക്കി, ഇവിടെ അത് ഷോ ചെയ്തല്ലോ. അവിടെ ഈ ട്രീസിലെല്ലാം ഉള്ളത് ഫ്ലവേഴ്സ് യെല്ലോ കളറാണ്. പക്ഷെ ഇതൊന്നും അല്ല, കൊന്ന എന്ന് പറയുന്നത് ഇങ്ങനെ ഫ്രൂട്ട്സ് മാതിരി, ഇങ്ങനെ ഗ്രേപ്സ് മാതിരി തൂങ്ങി നിൽക്കുന്ന ഒരു തരം ഫ്ലവറാണ്, അറിയാലോ. പക്ഷെ അതിവിടെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഡെഫിനറ്റ്ലി ബാംഗ്ലൂർ, കേരള ഇത്രയും ക്ലോസ് ആണ്. പിന്നെ സോ മച്ച് അബൌട്ട് 35 to 50% ഓഫ് പീപ്പിൾ ഇവിടെ ഉള്ളത് മലയാളീസാണ്. അതിനിപ്പോൾ ഷോപ്പായാലും ശരി, വീട്ടുകളിലായാലും ശരി, വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസ് ആയാലും ശരി. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ കൊന്നപ്പൂ കിട്ടും. ഞാനതാണ് എൻ്റെ മറ്റേ റെസിഡൻറ്റിനോട് പറഞ്ഞത്. നോക്കിയാൽ കിട്ടും, പക്ഷെ കുറച്ച് തിരഞ്ഞു പോകേണ്ടി വരും. എവിടെയാണെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ലാസ്റ്റ് വിഷുവിന് ഇവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷെ കിട്ടും. ഇപ്പോൾ ഈ മരത്തിൽ കാണുന്ന എല്ലാം യെല്ലോ ഫ്ലവേഴ്സാണ്. ബട്ട് യെല്ലോ ഫ്ലവേഴ്സ് ഉണ്ടായിട്ട് കാര്യമില്ല. യെല്ലോ ഫ്ലവേഴ്സ് ആർ നോട്ട് കൊന്ന ഫ്ലവേഴ്സ്, റൈറ്റ്? ഞാൻ ഇന്നലെ ക്ലീനിങ് ഒക്കെ കഴിച്ചു, എന്നിട്ടൊരു വിളക്ക് വെച്ചു രാവിലെ. അത്ര തന്നെ ചെയ്തിട്ടുള്ളൂ, വേറൊരു ഡിഫറൻസും ഇല്ല. ഇന്നലെ എൻ്റെ ഡംബൽസ് വന്നിരുന്നു. ഐ സ്റ്റാർട്ടഡ് യൂസിങ് മൈ ഡംബൽസ്. സോ അതിനൊരു ഞാനൊരു പ്ലേസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് മൈ റൂം. ഐ ലവ് മൈ റൂം. ഐ മീൻ ഇതൊക്കെ ടെമ്പററി ആണ്, നമ്മളിവിടെ പെർമനൻ്റ് ആയിട്ടൊന്നും അല്ല. പക്ഷെ എന്നാലും എനിക്ക് എൻ്റെ റൂം അത്രയ്ക്ക് ഇഷ്ടമാണ്. ഐ ഡോണ്ട് നോ വൈ, ഐ മീൻ ലവ് വിത്ത് ഇറ്റ്. ദാറ്റ്സ് മൈ ടേബിൾ. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഈ ടേബിളിനെ ഞാൻ കുക്കിംഗ് കിച്ചണാക്കി യൂസ് ചെയ്തിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും കുക്കിംഗ് ഞാൻ ഇതിലാണ് ചെയ്യുക, എവറിത്തിങ്. സോ ഒരു കാര്യം ഞാൻ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ കുക്കിങ്ങിന് കൂടുതൽ സ്ഥലമുള്ളപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ അത്രയും സ്ഥലം വേണം നമുക്ക് കിച്ചണിലെന്ന്. പക്ഷേ ആക്ച്വലി ഒരു ചെറിയ പ്ലാറ്റ്ഫോമിൽ പോലും നമുക്ക് കുക്കിംഗ് ചെയ്യാം എന്നുള്ളതാണ്. കുറച്ച് സ്ഥലം മതി. ഇപ്പോൾ എനിക്ക് ആ ടേബിളിൽ വിത്തിൻ ദറ്റ് വാട്ട് യു സേ
ദാറ്റ് ബൗണ്ടറി എൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കും. ആൻഡ് ഇറ്റ്സ് സോ കംഫർട്ടബിൾ ഫോർ യു ടു ക്ലീൻ ഇറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ഇറ്റ് ബിക്കോസ് അത്രയ്ക്കധികം സ്പേസ് ഒന്നും ഇല്ല. ഒരു ചെറിയ ടേബിളല്ലേ. ഇറ്റ്സ് വെരി കംഫർട്ടബിൾ ഫോർ മീ ആൻഡ് ഐ ലവ് മൈ റൂം സോ മച്ച്. അപ്പോൾ ഓൾ ദീസ് ആർ ടെമ്പററി. പക്ഷെ ടെമ്പററി ആണെങ്കിൽ കൂടെ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് വേണമല്ലോ. So when you come back you feel like sitting and you feel like relaxing and you feel comfortable that place. അങ്ങനത്തെ പ്ലേസിൽ വേണം നമ്മൾ ഇരിക്കാൻ എപ്പോഴും. നമുക്ക് നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മളതൊരു സുഖം തരണം. അതായത് ഒരു കംഫർട്ടിന് എന്താ മലയാളത്തിൽ പറയും. മലയാളത്തിൽ അധികം സംസാരിക്കാത്തതുകൊണ്ട് വേർഡ്സ് ഒന്നും അങ്ങനെ വരുന്നില്ല. സി പീപ്പിൾ ആർ ജോഗിങ് ദർ. അവിടെയാണ് ഒരു ജോഗിങ് റോഡ് ഉണ്ട് ആ ട്രാക്കിൻ്റെ അപ്പുറത്ത്. ഞാൻ കുറച്ച് ദിവസമായിട്ട് ജോഗിങ് തുടങ്ങിയിരുന്നു. കഥയാണ്. ഞാൻ ജോഗിങ് തുടങ്ങിയിട്ട് ഒരു 2 weeks ഞാൻ ജോഗ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ വിചാരിച്ചത് എനിക്ക് 2 ജോഗിങ് ഷൂസ് ഉണ്ട്. അതായത് ഒന്ന് നല്ല ബ്രാൻഡഡ് ഷൂ ആണ്. അത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ഇറ്റ് വാസ് സോ കംഫർട്ടബിൾ. ആൻഡ് പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഒരു സെക്കൻഡ് ഷൂ പെയർ കൂടി ഉണ്ടല്ലോ, നമുക്ക് അതും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് വെയർ ചെയ്തിട്ട് ഞാൻ ജോഗ് ചെയ്തു. പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല എന്നല്ല, ഈ നീയുടെ കുറച്ച് താഴേക്ക് സൈഡിലായിട്ട് ഐ ഹേർട്ട് ബോത്ത് മൈ ലെഗ്സ്. അപ്പോൾ ഇപ്പം ഇന്നേക്ക് ഒരു 2 weeks ആയിട്ടുണ്ടാവും. സിവിയർ പെയിൻ എന്ന് പറഞ്ഞാൽ പോരാ. നീ അല്ല, ബട്ട് ഔട്ട് സൈഡ് ഓഫ് ദ ഇന്നർ സൈഡ് ഓഫ് ദ നീ യു കെൻ സേ. എന്താ പറ്റിയതെന്ന് അറിയില്ല. പിന്നെ ഞാൻ ഈ ഡോക്ടറെ അടുത്തൊന്നും പോയില്ല. ഞാൻ കുറച്ച് ദിവസം നോക്കി അത് എൻ്റെ വക എല്ലാ റെമഡീസും ചെയ്ത് പിന്നെയും അതേപോലെ ആണെങ്കിൽ മാത്രമാണ് ഞാൻ ഡോക്ടറെ അടുത്ത് പോകുള്ളൂ. പക്ഷേ ദിസ് ഈസ് ഇംപ്രൂവിങ്. ഇറ്റ്സ് ബെറ്റർ നൗ, ബട്ട് ഐ എം നോട്ട് സ്റ്റാർട്ടഡ് ജോഗിങ്. ഇപ്പോൾ ഒരു 2 weeks ജോഗ് ചെയ്തുകൊണ്ട് എൻ്റെ കുറേ വെയിറ്റ് പോയി. ഇപ്പോൾ വളരെ പെർഫെക്റ്റ് വെയിറ്റാണ് എൻ്റെ. ആൻഡ് jogging and running is the best exercise you can do. നിങ്ങൾക്ക് ഫിറ്റ്നസ്സിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ഈസി ആയിട്ട് വെയിറ്റ് ലൂസ് ചെയ്യണമെങ്കിൽ നല്ലൊരു റണ്ണിങ് ഷൂസ് മേടിക്കുക, ഇൻവെസ്റ്റ് ഇൻ ദാറ്റ് ആൻഡ് സ്റ്റാർട്ട് റണ്ണിങ്. റണ്ണിങ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. പിന്നെ റണ്ണിങ് ചെയ്യാൻ വയ്യ, പുറത്തേക്ക് പോകാൻ എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ യു ക്യാൻ ഓപ്റ്റ് ഫോർ ജോഗിങ്, ഇൻ പ്ലേസ് ജോഗിങ് ഇൻസൈഡ് യുവർ ഹൗസ്. പക്ഷെ അത് ഈ പുറത്ത് പോയി ജോഗ് ചെയ്യുന്നതിനെക്കാട്ടിലും വളരെ ഡിഫിക്കൽട്ടാണ്. സോ whichever option you like you can choose it. പക്ഷേ എനിക്കിതാണ് പ്രശ്നം ഉണ്ടായത്. ഈ 2 കാലും ഞാൻ എന്താ പറ്റിയതെന്ന് അറിയില്ല എക്സ്പ്ലെയിൻ ചെയ്യാൻ. അതെന്തോ ഒരു ഈ ടെൻഡൻ പെയിൻ സംതിങ് ഹാപ്പൻഡ്. അപ്പോൾ അത് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ഈ റാപ്സ് ആൻഡ് ബാൻഡേഡ് അതെല്ലാം മേടിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് ബെറ്റർ ആസ് പെർ മൈ കാൽക്കുലേഷൻസ്. ഈ വരുന്ന ഒരു വീക്കും കൂടെ അത്രയും വേണ്ടുള്ളൂ. അത് കഴിഞ്ഞ് ഐ ക്യാൻ സ്റ്റാർട്ട് ജോഗിങ് അഗൈൻ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ജോഗ് ചെയ്ത് കഴിഞ്ഞ് വെൻ ഐ എം കംഫർട്ടബിൾ വിത്ത് മൈ ഓൺ ബോഡി ഞാൻ വിചാരിച്ചു ഐ ക്യാൻ ഗോ ഔട്ട് സൈഡ് ആൻഡ് സ്റ്റാർട്ട് റണ്ണിങ്. അപ്പോൾ ഫിറ്റ്നസ് ക്രേസ് കാരണം ഞാൻ ഐ bought 2 dumbbells also to tone my arms. അത് ഇന്നലെ വന്നു and I started using that as well. And I'll show you another video. Okay. അപ്പോൾ അത് 2 kg ആണ്. 2 kg വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അത് ഈസി ആയി തോന്നുമ്പോൾ നമുക്ക് യു ക്യാൻ യൂസ് ദ 3 kg one or then later probably the 5 kg. So that helps you to tone your arms. ഈ ഫാറ്റ് ഉണ്ടാവുമല്ലോ, എക്സ്പെഷ്യലി ഫോർ മിഡിൽ ഏജ് വിമൻ. നമുക്ക് ഈ കയ്യിൽ അപ്പർ ആംസിൽ എപ്പോഴും ടു മച്ച് ഓഫ് ഫാറ്റ് അക്യുമുലേഷൻ ഉണ്ടാവും. അതിനാണ് നമ്മൾ ഡംബൽസ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് കഴിഞ്ഞാൽ യു ക്യാൻ ഓൾസോ യൂസ് ഡംബൽസ് ഫോർ what you say ബിൽഡിങ് മസിൽസ്. അതൊക്കെ ടു മച്ച് ഫിറ്റ്നസ് കോൺഷ്യസ് ആയ പീപ്പിൾ എന്നുള്ളതാണ്. ലൈക്ക് മീ, ഐ എം വെരി മച്ച് കോൺഷ്യസ് അബൌട്ട് ഫിറ്റ്നസ്. ഐ ഡോണ്ട് നോ വൈ. അപ്പോൾ അതാണ് വിഷു വിശേഷങ്ങൾ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇന്നലെ ഞാൻ ഷെയർ ചെയ്ത വീഡിയോസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അതെല്ലാം ഇരുന്ന് ഇപ്പോൾ കാണും. And it's a lot of comedy because laughing is the best therapy. You know that? എപ്പോഴും any worries you should know how to laugh. And laughing has become so difficult these days. നമുക്ക് ചിരിക്കാനുള്ളൊരു കാരണമില്ല. ഒരു തമാശയ്ക്കും നമുക്ക് ചിരി വരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ആരും നമ്മളെ ചിരിപ്പിക്കുന്നുമില്ല.
എല്ലാം സില്ലി ആയിട്ട് തോന്നും. അതായത് ഈ മൂവീസിലുള്ള കോമഡി ഒന്നും എനിക്ക് ഇഷ്ടമേ അല്ല, അതൊന്നും എന്നെ ചിരിപ്പിക്കാറില്ല. അപ്പോൾ ഇന്നലെ ഷെയർ ചെയ്ത അതെല്ലാം ഇറ്റ്സ് സോ മച്ച് ഓഫ് ഹ്യൂമർ. സോ യു ക്യാൻ വാച്ച് ദാറ്റ് ആൻഡ് ലാഫ് എ ലിറ്റിൽ ആൻഡ് ഹാവ് എ ഗുഡ് വിഷു. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇരുന്ന് ഞാൻ ആ വീഡിയോ ഒക്കെ കാണും. ഇപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു probably 2-3 more videos if I get it, ഞാനത് ഷെയർ ചെയ്യും. ആൻഡ് ആഫ്റ്റർനൂൺ ഞാൻ പുറത്തുനിന്ന് ലഞ്ച് ഓർഡർ ചെയ്യും. താലി, സം സൗത്ത് ഇന്ത്യൻ താലി പ്രോബ്ലി. ഐ ഡോണ്ട് നോ, എനിക്ക് ഈ സൗത്ത് ഇന്ത്യൻ താലി ഇഷ്ടമേ അല്ല. maybe I'll order a North Indian thali and a സ്വീറ്റ് വേണമല്ലോ. യു ഹാവ് എ ഷോപ്പ് ഹിയർ, വി ഹാവ് സോ മെനി റെസ്റ്റോറൻറ്റ്സ് ഹിയർ. പിന്നെ എന്താ വെച്ചാൽ എല്ലാം നമ്മൾ ഈ പുറത്ത് പോയി മേടിക്കാമെന്ന് പറഞ്ഞാൽ എല്ലാം സോ മച്ച് എക്സ്പെൻസ് ആണ്. പിന്നെ ആൻഡ് യു cannot guarantee the quality also, both these reasons. Okay, so maybe have a good day. ഞാൻ പിന്നെ ഈവനിങ്ങിലേക്ക് ഇനി ഉച്ച കഴിഞ്ഞ് അല്ലെങ്കിൽ വൈകുന്നേരം I will take some video. This video I wanted to make it full ആയിട്ട് മലയാളത്തിൽ. How it will be I just want to watch later. How it sounds and എന്താ ഡിഫറൻസ് എന്നുള്ളത് എനിക്ക് കാണണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മലയാളത്തിൽ എടുക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞാൽ ഒരു ഹിന്ദി വ്ളോഗ് എടുക്കണം. ഹിന്ദിയൊക്കെ ഞാനിപ്പോൾ സംസാരിച്ചിട്ട് ഇത്ര കാലമായത് കാരണം വേർഡ്സ് ഒന്നും വരുന്നില്ല. ഈ നമ്മൾ അറിയുന്ന ലാംഗ്വേജ് നമ്മളത് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വൊക്കാബുലറി വിൽ ബി പുവർ. ഈ ആ വേർഡ്സൊക്കെ അറിയാം, പക്ഷെ ആ വേർഡ്സ് വരില്ല. ഇപ്പം നമുക്കൊരു if you want to convey a thought, okay, അതിന് മലയാളത്തിൽ എങ്ങനെയാണ് പറയുക? അതായത് നമുക്ക് എന്തെങ്കിലും ഒരു തോട്ട്, ഐ ഡോണ്ട് നോ ഹൗ ടു ട്രാൻസ്ലേറ്റ്. ഓക്കെ, അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നമുക്ക് ആ വേർഡ്സ് അറിയണം. അപ്പോൾ ഈ വേർഡ്സ് വന്നാലേ പറ്റുള്ളൂ. വേർഡ്സ് ഇപ്പോൾ നമുക്ക് ആരും തരില്ലല്ലോ, നമുക്ക് നമ്മുടേതായ ഒരു ബ്രെയിനിൽ നിന്ന് വി ഷുഡ് ഗെറ്റ് ദോസ് വേർഡ്സ്. ആൻഡ് ദ ലെസ് യു സ്പീക്ക് ഇൻ എ ലാംഗ്വേജ് ദ മോർ ഡിഫിക്കൾട്ട് ഇറ്റ് ഈസ് ഫോർ യു ടു ഗെറ്റ് ദ വേർഡ്സ്. അതാണ്. അപ്പോൾ നമുക്കൊരു ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ദ ഈസിയസ്റ്റ് തിങ് ഫോർ യു ടു ഡു ഈസ് ആ ലാംഗ്വേജിൽ കൂടുതലായി സംസാരിക്കണം. കൂടുതലായിട്ട് നമ്മളത് കേൾക്കണം, സംസാരിക്കണം. ദാറ്റ് ഈസ് ഓൺലി 2 ways ടു ഇംപ്രൂവ് യുവർ ലാംഗ്വേജ്. ഓക്കെ, അത്രേ ഉള്ളൂ. സോ വിഷു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്ര ലെസൺസ് തന്നു. അതെൻ്റെ ഒരു ഹാബിറ്റാണ്. എന്തെങ്കിലും സംസാരിക്കാൻ തുടങ്ങിയാൽ അതിൽ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഡൈവേർട്ടായി പോകും. പിന്നെ ഐ വിൽ ഗിവ് യു സോ മെനി ലെസൺസിന് മലയാളത്തിൽ എന്താ പറയുക, പാഠങ്ങൾ അല്ലേ. ഒഫീഷ്യലി ഞാൻ എത്ര കാലം മലയാളം പഠിച്ചിട്ടുണ്ടറിയോ? 3rd സ്റ്റാൻഡേർഡ് വരെ. 4th സ്റ്റാൻഡേർഡ് ആയി വരെ പഠിച്ചിട്ടുണ്ട്. 4th സ്റ്റാൻഡേർഡ്, ദാറ്റ് ഈസ് 1st സ്റ്റാൻഡേർഡ് ടു 4th സ്റ്റാൻഡേർഡ് മലയാളം ലാംഗ്വേജ് എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ 5th സ്റ്റാൻഡേർഡ് ആയപ്പോൾ ഞാൻ KVയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. KVയിൽ മാറിയപ്പോൾ ഹിന്ദിയാണ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് there is no മലയാളം. ബട്ട് ദാറ്റ് ഡസൻറ്റ് മാറ്റർ, കാരണം ഇറ്റ് ഈസ് യുവർ മദർ ടങ് ആൻഡ് യു ഹാവ് ബീൻ സ്പീക്കിംഗ് ഇൻ ദാറ്റ് ലാംഗ്വേജ്. അപ്പോൾ പിന്നെ അത് ആ ഒരു പ്രശ്നം പറയാൻ പറ്റില്ല. അതുകൊണ്ട് എഴുതുന്ന ഓക്കെ ഹാൻഡ് റൈറ്റിംഗ് ആൻഡ് യുവർ ഗ്രാമർ എല്ലാം വളരെ മോശമായിരിക്കും. കാരണം ഇഫ് യു ഹവ് സ്റ്റഡീഡ് ഓൺലി 4 years obviously you cannot compare yourself with someone who has studied for 10 years. Like എൻ്റെ മോളൊക്കെ 10th വരെയാണ് മലയാളം പഠിച്ചിട്ടുണ്ട്. So that is totally different. I have not. Mine is only 4th standard. അത് വെച്ച് നോക്കുമ്പോൾ my language is so good. But എഴുതാൻ പറഞ്ഞാൽ it's very difficult. But my spoken Malayalam is pretty fluent. അല്ലേ? I'll watch it and tell you how it is. If I like it, maybe I can make more videos on that. Okay? അപ്പോൾ വിഷു ആശംസകൾ എല്ലാവർക്കും. ഹാപ്പി ആയിട്ടിരിക്കുക ആൻഡ് സ്റ്റേ ഹെൽതി. ലാസ്റ്റ് ഇയർ ഇഫ് യു റിമെമ്പർ, കേട്ടോ ഭയങ്കര കാറ്റാണ് ഇവിടുത്തെ വിൻഡി സീസണാണ്. അതുകൊണ്ട് എന്താ വെച്ചാൽ ചൂട് അത്ര തോന്നില്ല, എപ്പോഴും കാറ്റായിരിക്കും. അപ്പം ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ലാസ്റ്റ് ഇയർ ആണോ കോവിഡ് ഉണ്ടായത്? അല്ല അതിൻ്റെയും മുമ്പത്തെ കൊല്ലമാണെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഗ്രീറ്റിങ്സ് ഇങ്ങനെ കുറച്ച് ഗ്രീറ്റിങ്സ് അയക്കാൻ വേണ്ടിയിട്ട് ബ്രൗസ് ചെയ്യുമ്പോഴാണ് ഞാൻ കണ്ടത് ഓൾ ദി ഗ്രീറ്റിങ്സ് ദി പിക്ചേഴ്സ് ആർ വിത്ത് മാസ്ക്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, മാസ്ക് പിക്ചേഴ്സ്. കാരണം ദാറ്റ് വാസ് എ ടൈം യു ഹാഡ് കോവിഡ് അല്ലേ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ വി ഹാവ് കം ടു എ ബെറ്റർ ടൈം നൗ.
ദിസ് ഈസ് ഫാർ ബെറ്റർ ദാൻ ദ കോവിഡ് ടൈംസ്. ഇപ്പോൾ ഈ മാസ്ക് ഇടണ്ട, എത്ര അഡ്വാൻറ്റേജസ് ഉണ്ട്. പുറത്ത് പോവാം, അന്ന് പുറത്ത് പോകാൻ പറ്റില്ല, അങ്ങനെയൊക്കെയാണ്. അതായത് നമ്മൾ ഈ കഴിഞ്ഞു പോയ കാലത്തിൽ മോശമായ ടൈമിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് നമുക്ക് ഇപ്പോഴത്തെ വാല്യൂ മനസ്സിലാവുന്നത്. ഹൗ ഗുഡ് ഇറ്റ് ഈസ്, വാട്ട് എ ബ്ലെസ്സിങ് ഇറ്റ് ഈസ്. അത് നമ്മുടെ ഡിഫിക്കൽട്ടായിട്ടുള്ള ടൈംസ് കഴിഞ്ഞു പോയ പാസ്റ്റിൽ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ആലോചിച്ച് നോക്കണം ചില സമയത്ത്, അപ്പോൾ മനസ്സിലാവും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നോ മോർ ലെക്ചർ. സോ യു ക്യാൻ സീ മൈ ദിയ ഇസ് സ്റ്റിൽ ദെയർ. ഞാനത് കുറച്ച് കഴിഞ്ഞാൽ അത് കെടുത്തും, അതായത് ഒരു 1 hour കൂടെ. കാരണം ഈ ഫാൻ ഇടാൻ പറ്റില്ല, അതെടുത്ത് കത്തിച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് വൺ ഡിഫിക്കൽട്ടി. ആൻഡ് ഫാനില്ലാതെ അധികം നേരെ ഇരിക്കാൻ ഇവിടെ പറ്റില്ല. കേരളത്തിലത്തെ അത്ര ചൂട് ഇവിടെ ഇല്ല, എന്നാൽ കൂടെ ചൂടുണ്ട്. ബട്ട് ഹ്യൂമിഡിറ്റി വളരെ കുറവാണ്, അതായത് ഇരുന്നാൽ വേർക്കില്ല. പക്ഷെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെയല്ല, അനങ്ങിയാൽ മതി, ശ്വാസം വിട്ടാൽ വേർത്തു, അല്ലെങ്കിൽ കുളിക്കാൻ കയറിയാൽ വേർത്തു, അങ്ങനെയാണ് അവിടെ. അതാണ് ഹ്യൂമിഡിറ്റി. ബട്ട് ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഇറ്റ്സ് ഫാർ ബെറ്റർ. ഓക്കെ, സോ ടേക്ക് കെയർ. ഹലോ. അപ്പോൾ മോർണിംഗ് ഹാഫ് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ലഞ്ച് വേണമല്ലോ. അപ്പോൾ ലഞ്ചിന് എന്ത് മേടിക്കുമെന്ന് സൊമാറ്റോയിലും സ്വിഗ്ഗിയിലും നോക്കുകയാണ്. അതായത് ബഡ്ജറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പി ജിയിലൊക്കെ താമസിക്കുമ്പം ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടു ഓഫൻ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് മേടിക്കും. അപ്പോൾ എന്താണോ മേടിക്കുന്നത് അത് നമ്മുടെ ബഡ്ജറ്റിൻ്റെ ഉള്ളിലായിരിക്കണം. അതായത് ഇന്നലെ വാങ്ങി, മിനിഞ്ഞാന്ന് മേടിച്ചു, അങ്ങനെ എവറി ഡേ മേടിക്കുമ്പോൾ നമുക്ക് തോന്നുന്നതെല്ലാം മേടിച്ച് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ബഡ്ജറ്റ് നോക്കണം, ടേസ്റ്റ് ഉണ്ടാവണം, നമ്മൾ വിചാരിക്കുന്ന ഫുഡ് കിട്ടണം, നമ്മൾ ഉദ്ദേശിക്കുന്ന റെസ്റ്റോറൻറ്റ് വേണം. അങ്ങനെ എല്ലാം കൂടെ നോക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഞാൻ അതാണ് ഇപ്പോൾ നോക്കുന്നത്, എന്ത് മേടിക്കും ഉച്ചയ്ക്ക്. കുറേ ഓപ്ഷൻസ് ഉണ്ട്. കേരള ഫുഡ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി കേരള റെസ്റ്റോറൻറ്റ്സ് ഇവിടെ ഡിസ്കൗണ്ട് തരില്ല. മേ ബി ഫ്രീ ഡെലിവറി തരും, ബട്ട് ഡിസ്കൗണ്ട് തരില്ല അവർ. പിന്നെ നമ്മൾ കേരള സദ്യ ആണെങ്കിൽ എപ്പോഴും പ്രീ ഓർഡർ ചെയ്യണം. അതൊരു 450 rupees ഉള്ളിൽ നമുക്ക് ഫുൾ സദ്യ കിട്ടും. ബട്ട് ഫുൾ സദ്യ നമ്മളെപ്പോഴും വീട്ടിലേക്ക് മേടിക്കുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. സദ്യ കഴിക്കണമെങ്കിൽ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയിരുന്ന് ഇലയിട്ട് അവിടെ ഇരുന്ന് കഴിക്കണം. അല്ല വീട്ടിലേക്ക് ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഒരു 15-20 ഐറ്റംസ് ഉണ്ടാവും. എല്ലാം നമ്മൾ സെപ്പറേറ്റ് ആക്കി വെക്കണം, അതിനുള്ള സ്പേസ് ഉണ്ടാവണം, പിന്നെ അത് ക്ലീനിങ്, പിന്നെ അത് കഴിക്കണം, ബാക്കി വന്നത് എന്ത് ചെയ്യുക, അതെല്ലാം ഓരോ പ്രശ്നങ്ങളാണ്. അപ്പോൾ സദ്യ കഴിക്കണമെങ്കിൽ പുറത്ത് പോകണം. ഞാൻ ഇതുവരെ സദ്യ കഴിച്ചിട്ടില്ല. എനിക്ക് സദ്യയിൽ അങ്ങനെ എല്ലാം ഒന്നും ഇഷ്ടമല്ല. ചില വിഭവങ്ങൾ മാത്രമാണ് ഇഷ്ടമുള്ളത്. അതായത് പായസം, പ്രഥമൻ, പിന്നെ അവിയൽ, ഓലൻ, അങ്ങനെ വളരെ വളരെ കുറച്ച് ഒരു 3-4 ഐറ്റംസ് എനിക്ക് ഇഷ്ടമുള്ളൂ. അപ്പോൾ സദ്യ കഴിക്കാൻ ഞാൻ എപ്പോഴും ട്രൈ ചെയ്യാറില്ല. അതിന് പകരം നമ്മൾ ചില റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഇവിടെ, അതായത് അവർ അമ്പലത്തിൽ വയ്ക്കുന്ന പോലത്തെ ശർക്കര പായസം, പിന്നെ ഇവിടത്തെ രീതിയിലുള്ള റൈസ് ഐറ്റംസ് അത് കിട്ടുന്ന 2 റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ അവിടെ നിന്ന് മേടിക്കാറുണ്ട്. അന്ന് ലാസ്റ്റ് ഓണത്തിന് ഞാൻ അവിടെ നിന്നാണ് മേടിച്ചത്. പിന്നെ അല്ലെങ്കിൽ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ താലി. അതിവിടെ കുറേ ആന്ധ്ര ഹോട്ടൽസ് ഉണ്ട്. അത് വളരെ റീസണബിൾ ആയിരിക്കും, ബട്ട് അതും വിഷുവായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. ഓൺലി തിങ് ഇസ് ദാറ്റ് ഇറ്റ് ഇസ് വെജിറ്റേറിയൻ. യു ഹാവ് സോ മച്ച് ഓഫ് ഓപ്ഷൻസ്, whatever you want you can buy. അപ്പോൾ ഞാനിപ്പോൾ തുടങ്ങുന്നേ ഉള്ളൂ. ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 1 o'clock 1:45 ഒക്കെ ആകുമ്പോഴത്തേക്ക് മേടിക്കാം. നോക്കട്ടെ എന്ത് വാങ്ങണം എന്നുള്ളത്. മോസ്റ്റ് പ്രോബബ്ലി എല്ലാം കഴിഞ്ഞ് ചോയ്സ് വരുമ്പോൾ അത് നോർത്ത് ഇന്ത്യൻ താലി ആയിരിക്കും. അതാകുമ്പോൾ കംഫർട്ടബിളാണ്. അതിലൊരു 2 varieties ഓഫ് റൈസ് ഉണ്ടാവും, ഒരു സൂപ്പ് ഉണ്ടാവും, പിന്നെ ഒരു സ്വീറ്റ് തരും അവരതിൻ്റെ കൂടെ, പിന്നെ റോട്ടി. ആൻഡ് സിമ്പിൾ ആൻഡ് ഡിസ്പോസ് ചെയ്യാനും വളരെ ഈസിയാണ്. അങ്ങനത്തെ പ്ലേറ്റിലാണ് തരിക അവർ. ഈ പാർട്ടിങ് ഉള്ള പ്ലേറ്റിൽ ഒറ്റ പ്ലേറ്റേ ഉണ്ടാവുള്ളൂ. ആൻഡ് ഐ നോ ഇറ്റ് ഹാവ് ബോട്ട് ഇറ്റ് മെനി ടൈംസ്. സോ എനിക്ക് തോന്നുന്നത് ഫൈനലി ഞാൻ അവിടെ തന്നെ ആയിരിക്കും മേടിക്കുക എന്നാണ്. നോക്കട്ടെ, അതാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ എനിക്കൊരു വീഡിയോ എഡിറ്റിംഗ് ഉണ്ട്. വീഡിയോ എഡിറ്റിംഗ് ഇപ്പോൾ കുറേ ലേസിയാണ്. ഐ എം നോട്ട് എഡിറ്റിംഗ് എനി വീഡിയോസ്. ഐ ഡോണ്ട് നോ വൈ. ദാറ്റ്സ് വൈ ഈച്ച് വീഡിയോ ഒരു 1 weekൻ്റെ ഡിഫറൻസ് ഉണ്ടാവും.
മുമ്പൊന്നും അങ്ങനെയല്ല, എവറി ഓൾട്ടർനേറ്റ് ഡേയ്സ് ഓർ 2 days once in 2 days ഞാൻ എഡിറ്റ് ചെയ്തിരുന്നു ആൻഡ് അപ്ലോഡ് ചെയ്യും. പക്ഷേ ഇപ്പോൾ ഒന്നാമത് IPL തുടങ്ങിയ കാരണം എവറി നൈറ്റ് ഈവനിങ് ഐ എം വാച്ചിങ് ദ മാച്ച്, എക്സെപ്റ്റ് ഫോർ ഡേ ബിഫോർ യെസ്റ്റർഡേ ആൻഡ് യെസ്റ്റർഡേ വാച്ച് ചെയ്തിട്ടില്ല, കാരണം അത് നന്നല്ലായിരുന്നു. അല്ലെങ്കിൽ എവറി ഡേ മാച്ച് കാണും. അപ്പോൾ അതിൽ കുറേ സമയം പോകും. പിന്നെ ഇപ്പോൾ അത് കഴിഞ്ഞാൽ വാക്കിംഗ് ഈവനിങ് പുറത്ത് പോകാറുണ്ട്, അതിൽ സമയം പോകും. അപ്പോൾ ദർ ഇസ് ആക്ച്വലി നോ ടൈം. അപ്പോൾ കണ്ടൻസും കുറവാണ് ആൻഡ് വീഡിയോ ഓൾസോ ഐ എം വെരി സ്ലോ. സോ നൗ ഐ തിങ്ക് ഇറ്റ്സ് ലൈക്ക് വൺസ് ഇൻ എ വീക്ക് ഐ എം അപ്ലോഡിങ് എ വീഡിയോ. എനിക്കങ്ങനെ തോന്നുന്നു. എന്നാലും ഐ ഹാവ് സോ മച്ച് ഓഫ് ബാക്ക്ലോഗ്. ലൈക്ക് ദ ലാസ്റ്റ് വീഡിയോ ദറ്റ് ഐ മെയ്ഡ് വാസ് I think Jan 17th എടുത്ത വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്തത് ലാസ്റ്റ്. ഇനി I think I'm going to upload the 18th video. So today is what's the date? April 14th. So I still have 2 മാസം backlog ഇനിയുണ്ട്. I have that much of storage in videos. I'm just saving it to my device. സോ കണ്ടൻസ് ഉണ്ട് ആൻഡ് ഐ ആം ഷുവർ ദാറ്റ് ഞാൻ വിചാരിക്കും എനിക്ക് കണ്ടൻസ് കിട്ടുന്നില്ല, ഒന്നുമില്ല. പക്ഷെ അങ്ങനെ ഇരിക്കും പെട്ടെന്ന് സംതിങ് ജസ്റ്റ് കംസ് അപ്പ് ആൻഡ് ഐ ടേക്ക് ഇറ്റ്. അപ്പോൾ അത് ഇല്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്നില്ല. അത് കാരണം ഇത്രയും ബാക്ക്ലോഗ് ഉള്ളതുകൊണ്ട് വൺ ഓർ ദി അതർ തിങ് വിൽ ഷോ അപ്പ് ആൻഡ് ദെൻ കണ്ടൻസ് വിൽ ആഡ്. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. So this will be exclusively Malayalam vlog. And once in a while I'll try to do that in all the languages that I know, which is only 2 languages, 3 languages obviously, which will be Hindi, English and Malayalam, because I can make vlogs in Tamil and Kannada. I'm not that fluent. These are the languages at least I can speak. I've got some words. So that's it. Okay, ഇപ്പോൾ അത് ചെയ്തിട്ട് എന്താ ഫുഡ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം എന്താ വരുന്നത് ഫൈനലി. ബട്ട് മോസ്റ്റ് പ്രോബബ്ലി ഇറ്റ്സ് ഗോയിങ് ടു ബി ദിസ്. ഐ എം ഷുവർ. വാട്ട്? ഇറ്റ്സ് ഗോയിങ് ടു ബി ദ നോർത്ത് ഇന്ത്യൻ താലി. ഒരു മലയാളി ഗേൾ ഉണ്ട്, അവൾ എന്താണ് വിഷുക്കണി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആൾ എവിടെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കാം. ഉണ്ടോയെന്ന് അറിയില്ല, വിളിച്ചു നോക്കി കിട്ടുന്നില്ല. ഉണ്ടെങ്കിൽ വെച്ചിട്ടുള്ള കണി ഇതാണ്. അവൾ ബുദ്ധിമുട്ടിട്ട് ഇന്നലെ എത്ര ദൂരം പോയെന്നോ. എവറി റൂം ഇവിടെ ഇറ്റ് ഹാസ് എ പൂജ റൂം ലൈക്ക് ദിസ്. ഇത് ഫസ്റ്റ് ഫ്ലോറാണ്. അവൾ ഡ്രസ് ചേഞ്ച് ചെയ്യണേ ഉള്ളൂ, കുളിച്ചിട്ടേ ഉള്ളൂ തോന്നുന്നു. നന്നായിട്ടുണ്ടോ വിഷുക്കണി? എല്ലാ സാധനങ്ങളും കിട്ടും, കാരണം ഇവിടെ സോ മച്ച് മലയാളി ഷോപ്സ് ഉണ്ട്. ബട്ട് ഞാൻ ഒന്നാമത് ഞാൻ വെക്കുന്നുണ്ടെങ്കിൽ തന്നെ സോ മച്ച് വാക്കിംഗ് ഉണ്ട്. ഈ കാലിന് ഇങ്ങനെ ചെറുതായിട്ടൊരു പ്രശ്നമുണ്ട്. ഐ കാൻ വാക്ക് ദാറ്റ് ഫാർ. ബട്ട് അറ്റ് ദ സെയിം ടൈം മാളിലേക്കൊക്കെ ഞാൻ പോകും. അപ്പോൾ നോക്കാം അവിടെ വരട്ടെ. ആർക്കും ഞാൻ വിഷുക്കഴിഞ്ഞിട്ടും കൊടുക്കുന്നില്ല, അപ്പോൾ ആർക്കെങ്കിലും കൊടുക്കാം. somebody who can give me. Giving is always good. ഹാപ്പി വിഷു. ഇത് ഒറ്റ മലയാളി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു മലയാളി നന്നായിട്ടുണ്ട് തൻ്റെ ഇത് വെച്ചത്. എവിടെ നിന്ന് കിട്ടിയത്? കൊന്ന അല്ല, ആ മാർക്കറ്റ് വരെ പോണ്ടി വന്നോ? ആ അറ്റമ്മ ഫ്ലവർ മാർക്കറ്റിൻ്റെ അവിടെ. അത് ശരി, നന്നായിട്ടുണ്ട്. ഈ പിക്ചർ തന്നെ ഉള്ളതാണോ? ഉണ്ടായിരുന്നു, കഴിഞ്ഞ വർഷം വാങ്ങിച്ച്. ഞാൻ രാവിലെ എഴുന്നേറ്റ് കത്തിച്ച്, പിന്നെ ഫാൻ ഇവിടെ താഴെ കത്തി, പിന്നെ ഞാൻ അടച്ചിട്ടൊക്കെ. എത്ര മണിക്ക് എണീറ്റ് ചെയ്തത്? 4:30. ഓ ഓക്കെ. ഞാൻ പറഞ്ഞത് ഇതാ ഞാൻ പറഞ്ഞ ആ ജ്യൂസ്. പക്ഷേ ആക്ച്വലി ഇത് കെപ്റ്റ് ഇൻ ഫ്രിഡ്ജ്, ഐസ് ഇട്ടുണ്ടാവും, ഭയങ്കര കോൾഡാണ്. ദിസ് ഈസ് ഫ്രൂട്ട് സാലഡ് വിത്ത് ഹണി ആൻഡ് ജാഗറി ആൻഡ് ദിസ് ഈസ് യുവർ മില്ലറ്റ്സ് ബേസി ബെലബാർ. നല്ലൊരു ഷോപ്പുണ്ട്, കാഫറ്റേറിയ, അതായത് കാഫെ നാച്ചുറൽസ് എന്ന് പറഞ്ഞിട്ട് എല്ലാ മില്ലറ്റ് സാധനങ്ങളും അവിടെ കിട്ടും. നല്ലൊരു സാധനമാണ് അറിയുമോ? ക്യാരറ്റ്, ബീട്രൂട്ട്, ജിഞ്ചർ ആൻഡ് ആംല. കുടിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. തണുപ്പ് ഉണങ്ങി തണുപ്പ് പറ്റില്ല. ഓക്കെ ഓക്കെ. അപ്പോൾ കഴിച്ച് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഒറ്റയ്ക്ക് കഴിക്കാൻ എങ്ങനെ ഉണ്ടാവും? ഒറ്റയ്ക്ക് കഴിച്ച് ശീലമുണ്ടോ? എനിക്ക് ഒറ്റയ്ക്ക് കഴിച്ചിട്ട് വളരെ ശീലമാണ്. ഈ റെസ്റ്റോറൻറ്റ്സ് പോയിട്ട് കൂടെ ഞാൻ തന്നെ ഇരുന്നിട്ട് കഴിക്കും.
ഇതിപ്പോൾ എപ്പോഴും എല്ലാവരും കിട്ടിയെന്ന് വരും ആരെങ്കിലും. ഇറ്റ്സ് ഗുഡ്. മില്ലറ്റ്സ് എന്ന് പറയുന്ന സാധനം കുക്ക് ചെയ്യാൻ വളരെ ഈസിയാണ്. ഇപ്പോൾ ഞാൻ കുറച്ചൊരു 50 weeks ആയിട്ട് മില്ലറ്റ്സ് ആണ് കഴിക്കുന്നത്. അപ്പോൾ ഒരു സെയിം ലൈക്ക് റൈസ് ബട്ട് കുക്കിംഗ് ടൈം വളരെ കുറച്ചേ വേണ്ടൂ. ഒരു half an hour probably. In half an hour your dish is done. ഇതിൻ്റെ ഒപ്പം ഇതൊന്ന് തുറന്നു വയ്ക്കാം. Okay, this is honey, dates and foods. ആദ്യം ഞാൻ വിചാരിച്ചു പായസം മേടിക്കാം. പായസമൊക്കെ കിട്ടാനുണ്ട് ഇവിടെ, പരിപ്പ് പ്രഥമൻ എല്ലാം ഉണ്ട്. ഇതൊക്കെ മേടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? നമ്മളിവിടെ മറ്റേ റൂംസിലൊക്കെ ഉണ്ട്, പക്ഷെ അവർക്ക് കൊടുക്കണമെങ്കിൽ സോ മച്ച് വേണം. ഒരു 1 ലിറ്ററിൽ കൂടുതൽ നമ്മൾ മേടിക്കണം, എന്നാലാണ് കൊടുക്കാൻ പറ്റുള്ളൂ. Thing is a lot sticky. Okay. ഞാൻ ഡേറ്റ്സ് കഴിച്ചിട്ടേ ഇല്ല. റംസാൻ മേടിക്കണം എന്നൊക്കെ വിചാരിച്ചു, കഴിച്ചില്ല. നൈസ്. It is nice. Millets ബിസിബെലെ ബാത്ത് ഇസ് ഗുഡ്. ഇനി ലാസ്റ്റ് ഞാൻ പിന്നെ തണുപ്പ് വിട്ടതിന് ശേഷം ഇത് കഴിച്ചിട്ട് ഞാൻ പറഞ്ഞാൽ ഇത് എങ്ങനെയുണ്ട്. ഓക്കെ, ഈ ഷോപ്പ് സാധാരണ സോ എവറി ടൈം അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചില സമയത്ത് ഒരു ബിരിയാണിയോ കുറച്ച് ചിക്കനോ എന്തെങ്കിലും ടേസ്റ്റ് ആയിട്ടുള്ള മേടിച്ച് കഴിക്കും. അല്ലെങ്കിൽ മോസ്റ്റ്ലി ഞാൻ കുക്ക് ചെയ്യുന്നതെല്ലാം ശരിക്കും കഷായമാണ്. ഈ വേരിൻ്റെ കഷായം എന്ന് പറയില്ലേ, വേരിൻ്റെ ടേസ്റ്റാണ് തോന്നുന്നത്. പക്ഷേ ഐ എം ഗോയിങ് ടു ഡ്രിങ്ക് ഇറ്റ്. ഐ ക്ലോസ് മൈ ഐസ്. കഴിഞ്ഞൊന്നും വിചാരിച്ചില്ലേ, കഴിഞ്ഞിട്ടില്ല. ഇനി ലാസ്റ്റ് എൻഡിങ്ങിനായിട്ട് നമുക്കൊരു ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നത്. ഇവിടെ ഗേൾസിനൊരു ഹാബിറ്റ് ഉണ്ട്, സാറ്റർഡേ സൺഡേ ആയാൽ ക്രിക്കറ്റ് കളിക്കാൻ പോകും. ക്രിക്കറ്റ് കളിച്ചിട്ട് പിന്നെ ഹോളി വന്നു. ഹോളിയും ക്രിക്കറ്റും കൂടി ആയപ്പോൾ എനിക്ക് ഡസ്റ്റ് അലർജി. സോ മച്ച് ഓഫ് ഡസ്റ്റാണ് അവിടെ. ഈ എന്താ പറയുക, സാധാരണ ഒരു പ്ലോട്ടാണ്. അപ്പോൾ അതിൽ ഈ സോ മച്ച് പൂഴി വടിയൂസേ ഡസ്റ്റ്, മണ്ണ്. അത് കാരണം അതും ഹോളിയും കൂടി ആയിട്ട് എനിക്ക് 2-3 weeks ആയിട്ട് ഐ വാസ് സഫറിങ് ഫ്രം ഡസ്റ്റ് അലർജി. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഗ്ലാസ് അങ്ങോട്ട് അഴിച്ചു വെച്ചു. അല്ലെങ്കിലും എനിക്ക് ക്രിക്കറ്റ് കളിക്കാനൊന്നും അത്ര അറിയില്ല, എന്നാലും ഓക്കെ ആയിരുന്നു. ബട്ട് ഇന്നിപ്പോൾ ഗ്ലാസ് ഇല്ല. ഈ മാസ്ക് ഇട്ട ഗ്ലാസ് വയ്ക്കാൻ പറ്റില്ലല്ലോ, അതെപ്പോഴും ഫോഗി ആവില്ലേ. അപ്പോൾ അതുകൊണ്ട് ഗ്ലാസ് അഴിച്ചു. ഇനി ഗ്ലാസ് ഇല്ലാതെ നമുക്ക് ബോൾ കാണാൻ പറ്റുമില്ലേ നോക്കട്ടെ. അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് റഫറി ആയിട്ട് നിൽക്കും. ഫീൽഡിങ്ങിന് പറ്റില്ല, കാരണം കാലുകൊണ്ട് ഓടാൻ പറ്റില്ല. അതൊരു ആഴ്ചയും കൂടെ കൊടുത്താലാണ് അത് മാറുന്നത്. അപ്പോൾ അങ്ങനെ ഓക്കെ, വിഷു എൻഡിങ് വി വിൽ ഡു വിത്ത് ക്രിക്കറ്റ്. ഇത് വെള്ളം കാണിച്ചു തരാം കേട്ടോ ഞാൻ അങ്ങനെ കളിക്കുന്നത് എങ്ങനെയാണ്. ഇന്ന് ആരും ഇല്ല ആക്ച്വലി, എല്ലാവരും അവിടെയും ഇവിടെയൊക്കെ പോയിരിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു 10-15 ഗേൾസൊക്കെ ഉണ്ടാകാറുണ്ട്. ഇന്ന് ദർ ആർ ഓൺലി 3 to 4 ഗേൾസ്. അപ്പോൾ ഐ ഡോണ്ട് നോ എന്താ ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് സീ. ഡു യു തിങ്ക് ഐ ഹവ് ലോസ്റ്റ് വെയിറ്റ്? ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ലോസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ അല്ലേ? The dustbin will come, you can't help it. Later you can edit it probably. Remove it. There is they might leave Karam, they already been playing from half an hour. Not half an hour, sorry. From 4 o'clock. ಹೊಟ್ಟೆ ಬಿಟ್ಕೊಂಡು ಹಂಗೆ ತರ ಹೊಟ್ಟೆ ಬಿಟ್ಕೊಂಡು ನೆನ್ಪಿದ್ದೀವಿ.
4 floors കഴിഞ്ഞ് താഴെ എത്തി. ഇനി we will see where to go. Good morning, sun. How are you? Skies above, jeans. Can't see her face. Her face is hiding inside the sky. Yeah? ഞാൻ കാണിച്ചു തരാം എവിടെയാണ് കളിക്കാറെന്ന്. ഇവിടെ ഒരു പ്ലോട്ട് ഉണ്ട്. ഈ പ്ലേസിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഓൾറെഡി ജെൻസ് ആൻഡ് ചിൽഡ്രൻ ആർ പ്ലേയിങ്. ഐ ഡോണ്ട് നോ ഇറ്റ് ഗോയിങ് ഓൺ അറിയില്ല, അവരോട് ചോദിക്കുകയായിരിക്കും. നല്ല സ്ഥലമൊക്കെയാണ്, പക്ഷെ സോ മച്ച് ഡസ്റ്റ്. പിന്നെ കളി കണ്ടി കഴിഞ്ഞാൽ കാല് കഴുകണമെങ്കിൽ 2 hours കാല് കഴുകിയാലും ഡസ്റ്റ് പോകില്ല, അത്രയ്ക്ക് ഡസ്റ്റ് ആണ് അവിടെ. These are not fishermen's wharf. If it was them, they would have agreed. These are localites. Good morning, sun. How are you? Skies above, jeans great to be alive in love. சரி நீ வள்ளலின் குணம் படைத்து அவர்களுக்கு வணக்கம். If they go, you should say go. அது ரொம்ப சின்ன இது. Morning light. Good morning, sun. How are you? Skies above, jeans great to be. ഇത് വെറുതെ വെച്ചോന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വെറുതെ ആയോ ഈ മാറ്റിക്കിട്ടത്. ഇപ്പോൾ അവിടെ കളിക്കുന്നില്ല, എവിടെയാണെങ്കിൽ അത്ര ഡസ്റ്റ് ഇല്ല. എനിക്ക് കൈകൾ വയ്ക്കാതെ വളരെ കുറച്ച് കാണുള്ളൂ. Close view, medium view, distant view. അതിൽ distant view is okay, but close view is big zero. Medium is okay. No, the owner is there. Yeah. It's not comfortable, it feels so congested. பயந்து விளையாடுற I know. அவங்களே போயிடுவாங்க. So desperate it feels. I know. We will hit. If you want, you can play this slowly there. By then they will go. Yeah. You are not interested to play cricket? Interest ma. In this kind of road, you can play badminton very well, but not cricket. Okay. You pass with the morning cycle from the house. Wait. We will buy. No, each one. If you buy one bat and this one, it will be fine. No. Only one bat is full. Yeah, one for each. One for each. Yeah. Then 2 pairs at least. If it comes in pair, okay, buy pair. It will Otherwise be in pairs only. Is it? Then we have to buy 2. If you buy one also, Shuttle is a very good game. Yeah, correct. I think they are in search of Here you play. Say by then. But ball search பண்ண போயிருக்காங்க. இந்த போடுடா. you would have only played this. அங்க மேல. That lady. Let me keep my bottle somewhere. Oh, these gents are. This is very difficult. I can't play here. Okay, I will just walk and take a video. That's the best thing I can do. How is that? You remember those days when we used to wear masks? Oh, I forgot again that it's a Malayalam bottle. Okay, but we'll translate it. ഓർമ്മയുണ്ടോ ഈ മുഖം? ഓർമ്മയുണ്ടോ ആ കാലം നമ്മൾ കോവിഡ് കാലത്ത്
എപ്പോഴും മാസ്ക് ഇട്ടുകൊണ്ടാണ് വരുന്നത്. എനിക്കിഷ്ടമായിരുന്നു മാസ്ക് ഇടുന്നത്. ബട്ട് ദ പ്രോബ്ലം വാസ് ഗ്ലാസ് വെക്കാൻ പറ്റില്ല. അതാണ് പ്രശ്നം. കാണണോ അവരെന്താ കാണിക്കുന്നതെന്ന്? അങ്ങനെ ബാറ്റിലേക്ക് എറിയണം. ഇനി എന്നാണ് ഞാൻ ജോഗ് ചെയ്യാൻ പോകുന്നത്? ഒരു 4 days കൂടെ, അതായത് നെക്സ്റ്റ് ഫ്രൈഡേ. അതുവരെ വാക്കിംഗ് പോകും. ബട്ട് ജോഗിങ് ഐ ഡു നെക്സ്റ്റ് വീക്ക്. Oh yes, she's bowling for some good players. This is where you have the pain. Alright, the gadi. Oh. Wide ball. ഇത് മനിത കാതല്ല. Difficult for her to bowl and bat. Tell them no, it's already 15 minutes. Catch, baby. We need people for fielding. More fielding for fielding. ഒരു കൊച്ചു പ്ലെയർ വന്നിട്ടുണ്ട്. What's your name? Huh? Kritika. Okay, very good. What? Kutti, Kritika. Her name is Kritika. Why? दुकान तो अब बंद ही होगा ना थोड़े दिन, क्योंकि उनकी बेटे की शादी है ना, उनको यहाँ वो पता नहीं. When was the marriage? 21st and 22nd. Next week, na? हाँ. അയ്യോ കാല് കഴിക്കാൻ തുടങ്ങി. കുറേ നേരമായി. 45 minutes ആയി. ഇവിടെ നിൽക്കും. 45 minutes. അപ്പോൾ ഇവിടെ അവസാനിപ്പിക്കാം വിഷു വ്ളോഗ്. ഓക്കെ, ദിസ് ഇസ് മൈ മലയാളം വ്ളോഗ്. ഐ വിൽ ട്രൈ. ഇത് നന്നായിട്ടുണ്ടെങ്കിൽ വി വിൽ മേക്ക് മോർ വ്ളോഗ്സ് മലയാളത്തിൽ. ഓക്കെ, ഇനി ഊരാം ഈ വാഴത്തെ സാധനം. ഞാൻ അവിടെ കളിക്കാൻ പോകണമെന്ന് വിചാരിച്ചിട്ട് ഇട്ടുകൊണ്ടിരുന്നു. ഇതാണ് PG. നല്ല വ്യൂ ആണ് ഇവിടെ, അറിയോ? ആൻഡ് സോ ബ്രീസി, കാരണം സോ മച്ച് ഗ്രീനറി ഉണ്ട് ഇവിടെ. അത് രണ്ടൊരു പ്ലസ് പോയിൻറ്റ്സ് ഉണ്ട്. പിന്നെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. സോ മെനി റെസ്റ്റോറൻറ്റ്സ് ഇവിടെ ചുറ്റിലും. So this is one of the good places in Bangalore, you can say. This place is called as Jaipur. ഞാൻ ഇവിടെ ബാംഗ്ലൂരിൽ നിന്ന സമയത്ത് ഫസ്റ്റ് നിന്നത് ജയനഗറിലാണ്. അതുകൊണ്ട് ഐ ഹാവ് നോ ഐഡിയ ഓഫ് ദിസ് എൻഡ്. കാരണം ജയനഗർ ഇസ് ദ other end and this is the other end. So and place, huh? So many days you are not here. This is Jaipur. So if you come to Bangalore, enjoy Bangalore. Bangalore
വെതർ ഇസ് ചേഞ്ചിങ്. കാരണം ഇത്രയും ദിവസം മഴ പെയ്യാത്തതുകൊണ്ട് എല്ലാവരും പറഞ്ഞു ചൂട് 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 അതാണ്. ആക്ച്വലി ദാറ്റ് വാസ് ട്രൂ ആൻഡ് ദാറ്റ് ഇസ് ട്രൂ സ്റ്റിൽ. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ ഒരു മഴ ഈ ഒരു മന്ത് അങ്ങോട്ട് കഴിഞ്ഞാൽ ഫ്രം മേ ഐ നോ വാട്ട് ഇസ് എ വെതർ ലൈക്ക് ബാംഗ്ലൂർ. നല്ല പ്ലസൻറ്റ് വെതറാണ്, എപ്പോഴും തണുപ്പായിരിക്കും, ചൂടില്ല അവിടെ. പക്ഷേ ഈ ഒരു മാസം എന്താ പറ്റുന്നതെന്ന് അറിയില്ല. ദിസ് ഏപ്രിൽ വാസ് ടു ഹോട്ട്. ഓക്കെ, അപ്പോൾ ശരി, ഇനി